നമ്മൾക്കൊരു ഫ്രോക്ക് വെട്ടാം. തുണി 4ആയിട്ടാണ് മടക്കി ഇട്ടിരിക്കുന്നത്. അത് ഫ്രണ്ട് കഴുത്തിറക്കം 6 ഇഞ്ച്, കഴുത്തകലം 12 വണ്ണം 3 ഇഞ്ച്. വി കഴുത്താണ് വെട്ടുന്നത്. വി കഴുത്ത് വരച്ചു. ഇനി ബാക്ക് കഴുത്ത് 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ച് അടയാളം ചെയ്തിട്ട് നമുക്ക് റൗണ്ട് വരയ്ക്കാം. പിന്നെ കൈക്കുഴി 6 വണ്ണമാണ് 6 ഇഞ്ച്. പിന്നെ അടിവശം 1/2 ഇഞ്ച് ചരിച്ച് വരയ്ക്കണം ഒതുക്കി വെട്ടാനായിട്ട്. ഷോൾഡർ 13 ഇഞ്ചാണ്. അതിൻ്റെ നേർപകുതി 6.5 എടുത്തു. എന്നിട്ട് ആ കൈക്കുഴി ഒരു ചതുരം പോലെ ആക്കിയിട്ട് നമ്മൾ കൈക്കുഴി വരച്ച് കൊടുത്തു. ഇനി നമുക്ക് വെട്ടാം. ഒന്നുകൂടെ പറയാം. കൈക്കുഴി 6 വണ്ണം 6 ഇഞ്ച്, കഴുത്തിറക്കം 6 ഇഞ്ച് ഫ്രണ്ട് കഴുത്ത്, ബാക്ക് കഴുത്ത് 3 ഇഞ്ച്. ഇത് ഷോൾഡർ 13 അതിൻ്റെ പകുതി 6.5. കഴുത്ത് 12 വണ്ണം 3 ഇഞ്ച്. 36 വണ്ണമുള്ള ഒരാൾക്കാണ്. ഇനി നമുക്ക് വെട്ടിക്കൊടുക്കാം. ആദ്യം കൈക്കുഴി വെട്ടാം. പിന്നെ 1/2 ഇഞ്ച് അടിവണ്ണം നമ്മൾ ഇടവണ്ണം ഒതുക്കി വെട്ടാൻ വേണ്ടി 1/2 ഇഞ്ച് വരച്ചല്ല, അത് വെട്ടിക്കളയാം. ഷോൾഡർ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും സെപ്പറേറ്റ് വെട്ടിയെടുക്കുക. അതായത് ഇത് വി ആയതുകൊണ്ടേ അല്ലെങ്കിൽ ബാക്ക് വെട്ടുന്നുടനെ പ്രശ്നമാകും. അതുകൊണ്ട് ആദ്യം അത് നമുക്ക് ആ വി ഒരു കഴുത്ത് അങ്ങ് വെട്ടി മാറ്റാം. എന്നിട്ട് ആ പീസ് എടുത്ത് ഫ്രണ്ട് പീസ് എടുത്ത് മാറ്റിയിട്ട് വേണം ബാക്കി പീസ് വെട്ടാൻ. നമ്മൾ വെട്ടി നമുക്കത് നിവർത്തിയിട്ട് നോക്കാം. അപ്പം നമുക്ക് ലൈനിങ് തുണി വെട്ടി മാറ്റി. ഇനി നമുക്ക് സ്കേർട്ട് വെട്ടാം. സ്കേർട്ടിൻ്റെ ഇറക്കം ബാക്കി 25 ഇഞ്ചാണ് വേണ്ടത്. ടോട്ടലി 46 ഇറക്കമാണ്. നമ്മൾ 18 ഇഞ്ച് മണ്ട വെട്ടിയെടുത്തു. അത് 3 പീസായിട്ട് മടക്കി ഇട്ടിട്ട് നമ്മൾ, കാരണം നല്ലതുപോലെ ഞുറിവിട്ട് അടിവശത്ത് നല്ലപോലെ ഞുറിവിട്ട് ലൈനിങ്ങും കൂടി ഇട്ട് തയ്ക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ 3 പീസാക്കി. അപ്പോൾ ആ 3 പീസും കൂടെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് അടി ലൈനിങ് ഇത് ഞുറിവിട്ട് കൊടുക്കാം. ലൈനിങ് വെട്ടി കൈ വെട്ടുക. പഫ് കൈക്കാണ്. ഉള്ള വണ്ണം അനുസരിച്ച് 4ആയിട്ട് മടങ്ങിയിട്ട് നമ്മൾ കൈയുടെ സൈഡിൽ ഞുറിവിടുന്നുണ്ട്. തുമ്പത്ത് 3 ഇഞ്ച് വീതിക്ക് പടിയും പിടിപ്പിച്ച് കൊടുക്കാനാണ്, കൈ നീളത്തിന് വേണ്ടി. നമ്മൾ സാരി മുറിച്ചെടുക്കാം. ലൈനിങ് മൊത്തം വെട്ടിയെടുത്തല്ലോ. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് സാരിയുടെ തുണി വെച്ച് അതേ അളവിൽ തന്നെ വെട്ടിയെടുക്കുക. അതങ്ങോട്ട് വെച്ച് വെട്ടിയാൽ മതിയല്ലോ, പ്രത്യേകിച്ച് അളവൊന്നും എടുക്കണ്ട, കാരണം ലൈനിങ് വെട്ടിയതുണ്ടല്ലോ.